ഇന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷനുകൾ ഏതൊക്കെയാണെന്ന് ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കാണും. അതിൽ ചിലരുടെയെങ്കിലും മാസവരുമാനം എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണു തള്ളും. സുജിത് ഭക്തൻ 2008 ആനവണ്ടി.com എന്നൊരു ബ്ലോഗിലൂടെയാണ് സുജിത് ഭക്തൻ തുടങ്ങുന്നത്. പിന്നീട് ടെക്നോളജി, ട്രാവലിംഗ്, ഫുഡ് എന്നീ 3 കാര്യങ്ങളെക്കുറിച്ചും ഇൻഫർമേഷനുകളും റിവ്യൂകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടെക് ട്രാവലീറ്റ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. ഇന്ന് ആ ചാനലിന് 2 മില്യൺ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് സ്ട്രീമിങ്ങും അഡ്വർടൈസ്മെന്റ്സും സ്പോൺസർഷിപ്പും എല്ലാം അടക്കം അദ്ദേഹത്തിന്റെ എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ് വരുന്നത് 8 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. വീണാസ് കറി വേൾഡ്. ദുബായിൽ താമസിച്ചിരുന്ന ഒരു സാധാരണ ഹോം മേക്കർ ആയിരുന്നു വീണ. കേരള ക്യുസീൻസിന് ഒരു നൊസ്റ്റാൾജിക് ടച്ചോടുകൂടി ആളുകൾക്ക് പരിചയപ്പെടുത്തിയ വീണയുടെ ഈ യൂട്യൂബ് ചാനൽ വളരെ പെട്ടെന്നാണ് ഒരു വേൾഡ് വൈഡ് സെൻസേഷനായി മാറിയത്. ഇന്ന് ആ ചാനലിന് 2.5 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാ സോഴ്സുകളിൽ നിന്നുള്ള ഒരു എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ് വരുന്നത് 3.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. വില്ലേജ് ഫുഡ് ചാനൽ. പാലക്കാടുള്ള ലോക്കൽ ഭക്ഷണ വിഭവങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഫിറോസ് ചുറ്റിപ്പാറ എന്ന വ്യക്തി തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് വില്ലേജ് ഫുഡ് ചാനൽ. ഫിറോസ് സൗദിയിലുണ്ടായിരുന്ന തൻ്റെ വെൽഡിംഗ് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇന്ന് ആ ചാനലിന് 9 മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ് തുടങ്ങുന്നത് തന്നെ 42 ലക്ഷം രൂപയിൽ നിന്നാണ്. എംഫോടെക്. 2017 ജിയോ ജോസഫ് എന്ന വ്യക്തി തൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കെ തുടങ്ങിയ ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് യൂട്യൂബ് ചാനലാണ് എംഫോടെക്. ഇന്ന് ആ ചാനലിന് 13.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മന്ത്ലി എസ്റ്റിമേറ്റ് ഏർണിംഗ്സ് തുടങ്ങുന്നത് 40 ലക്ഷത്തിൽ നിന്നാണ്. KL ബ്രോ. ബിജു ഋത്വിക് എന്ന വ്യക്തി തൻ്റെ ഫാമിലിയുടെ ഡെയിലി ലൈഫ് പകർത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് KL ബ്രോ. മാർച്ച് 2024 ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇന്ത്യൻ യൂട്യൂബറായി ബിജു ഋത്വിക് മാറി. ഇന്ന് KL ബ്രോ എന്ന ചാനലിൻ്റെ എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏർണിംഗ്സ് തുടങ്ങുന്നത് തന്നെ ലക്ഷങ്ങളിലാണ്. അപ്പോൾ എന്തായാലും യൂട്യൂബർ ആവുക അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവുക എന്നൊക്കെ പറയുന്നത് അത്ര മോശം പണിയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാ ഒരു ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ ആവാനായിട്ട് ട്രൈ ചെയ്താലോ?